അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഔട്ടർ വോളിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെയിൻറ്റിങ്ങിൽ ഇന്നർ വോളിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ നോക്കിയത്. ഇവിടെ ഇന്നർ വോളിൻ്റെ കാൽക്കുലേഷൻസാണ് നമ്മൾ നോക്കിയത്. വോൾ പെയിൻറ്റിങ്ങിൽ എസ്റ്റിമേഷനിൽ ഇന്നർ വോളിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഔട്ടർ വോൾസിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ഔട്ടർ വോൾ എന്ന് പറഞ്ഞാൽ ഇന്നർ വോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ കാണുന്ന വോൾസ്, ഇതൊക്കെയാണ് ഇന്നർ വോൾസ് ആയിട്ട് വരുന്നത്. നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ കാണുന്ന വോൾസാണ് ഇന്നർ വോൾസ്. ഔട്ടർ വോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വോൾസൊക്കെയാണ് ഔട്ടർ വോൾസ്. ഇതൊക്കെയാണ് ഔട്ടർ വോൾസ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടേക്കും വോൾ ഉണ്ടാവും. ഈ വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡോറല്ലേ, അപ്പോൾ ഡോറ് 210 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഡോറ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3 മീറ്റർ ഹൈറ്റിലാണ് വോൾ ഉള്ളത്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. അതിൽ 210 സെൻറ്റിമീറ്റർ വരെയാണ് നമ്മൾ ഡോറിൻ്റെ ഹൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ 210 മുകളിലേക്ക് ബാക്കി ഈ 3 മീറ്ററിൽ നിന്ന് 210 കുറയ്ക്കുക. അപ്പോൾ ഈ ഡോറിൻ്റെ ഹൈറ്റ് 210 സെൻറ്റിമീറ്റർ ആണ്. അവിടുന്ന് ബാക്കി മുകളിലേക്കുള്ള 3 മീറ്ററിലേക്ക് വോൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെയും കുറച്ച് പോർഷനിൽ വോൾ വരും. അതായത് നമ്മൾ ഡോറിൻ്റെ മീതെ കുറച്ച് പോർഷൻ വോൾ ഉണ്ടാവുമല്ലോ, ആ വോള് ഇവിടെ വരും, ഈ ഭാഗത്ത് വരും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫുള്ള് 3 മീറ്റർ ഹൈറ്റിലേക്ക് തന്നെ, അതായത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരെയുള്ള വോൾസാണ് ഇതൊക്കെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരെ ഉണ്ടാകുന്ന വോൾസാണ്. ഈ ഒരു വോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡോറ് വരുന്നുണ്ട്. അപ്പോൾ ഡോറ് വരുമ്പോൾ നമ്മൾ 210 സെൻറ്റിമീറ്ററിലാണ് ഡോറ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹൈറ്റ് കഴിഞ്ഞിട്ട്, അതായത് ഡോറിൻ്റെ ഹൈറ്റിൻ്റെ ഡോറിൻ്റെ മുകളിൽ നമ്മൾ വോളിൻ്റെ പോർഷൻ കണ്ടിട്ടില്ലേ, അപ്പോൾ ആ വോളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിവിടെ വോൾസിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ വോളിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് വോൾ 1 ആണ്, ഈ വയലറ്റ് കളറിൽ ഉള്ളത്. ഈ റെഡ് കളറിലുള്ളത് വോൾ 2 ആണ്. പിന്നെ വോൾ 3 ആണ് ഇവിടെ പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്നത്. വോൾ 4 ആണ് ഗ്രീൻ കളറിൽ. വോൾ 5 ഞാൻ ക്രീം കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വോൾ 6, അതായത് ഡോറ് വരുന്ന വോളില്ലേ, അതിനെ ഞാൻ 6 എന്നുള്ള നമ്പർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നിൻ്റെയും ഏരിയ നമുക്ക് കാണണം. ഓരോ വോളിൻ്റെയും ഏരിയ നമ്മൾ കാണണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വോൾ 1 നോക്കാം. വോൾ 1. അപ്പോൾ വോൾ 1ൽ നമ്മൾ ഏരിയ കാണാനായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് ലെങ്ത് എത്രയെന്ന് അറിയണം, അതുപോലെ എത്ര ഹൈറ്റിലേക്കാണ് പെയിൻറ്റ് തിരിക്കുന്നത് എന്നുള്ളതും അറിയണം. അപ്പോൾ നമ്മളിവിടെ ഇതിപ്പോൾ നമ്മൾ CAD പ്ലാൻ വരച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വോൾ 1ൻ്റെ ലെങ്ത്ത് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് DI കൊടുത്താൽ മതി. DI കൊടുത്തിട്ട് നമ്മൾ ഈ 2 പോയിൻറ്റ്സും ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഓർത്ത് ഓണാക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ 2 പോയിൻറ്റ്സും സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണിക്കും 316 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് കാണിക്കും. അപ്പോൾ നമ്മൾ ആ ലെങ്ത്ത് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്താൽ മതി. അതായത് 316 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്താൽ മതി. അതായത് 3.16 മീറ്റർ. ഇനി ഹൈറ്റ് എന്ന് പറയാൻ എത്ര ഹൈറ്റിലേക്കാണ് പെയിൻറ്റ് ചെയ്യുന്നത്? 3 മീറ്റർ ഹൈറ്റിലേക്കാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മൾ മാനുവൽ കാൽക്കുലേഷനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? മാനുവൽ കാൽക്കുലേഷൻ നമുക്കിവിടെ നോക്കാം. മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത്ത് എത്ര വരുന്നത്? 23. നമുക്ക് വേണ്ടത് ഈ വോളാണ്. നമുക്ക് ഈ വോളിൻ്റെ ലെങ്ത്ത് അറിയാം. ഇതാണ് ഇന്നർ വോൾ, ഇത് ഔട്ടർ വോളാണ്, ഇത് ഇന്നർ വോളാണ്. അപ്പോൾ നമ്മൾ ഇന്നർ വോൾ എത്രയാണ്? 270 ആണ്. അപ്പോൾ ഈ 270യുടെ കൂടെ 2 സൈഡിലുള്ള വോളിൻ്റെ തിക്നെസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇത് 23 ആണ്, ഇത് 23 ആണ്. ഈ ഗ്യാപ്പും ഈ ഒരു ഡിസ്റ്റൻസും 23 ആണ്. അപ്പോൾ ഈ 2 23യും അതിൻ്റെ കൂടെ ഇന്നർ വോളിൻ്റെ ലെങ്ത്ത് 270യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡയമെൻഷൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് 23 ആണ്. അതേപോലെ ഇവിടുന്ന് ഇവിടം വരെ 270 ആണ്. ഇനി ഇവിടുന്ന് ഇവിടം വരെ 23 ആണ്. അപ്പോൾ 23 + 270 + 23. നമ്മൾ മാനുവലി നമുക്കിപ്പോൾ പ്രിൻറ്റ് ചെയ്തിട്ടാണൊക്കെയാണ് പ്ലാൻ കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോകാഡിൽ വരച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ 2 പോയിൻറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോകാഡിലാവുമ്പോൾ കുറച്ചുകൂടിയും ഈസിയാണ്. അപ്പോൾ മാനുവൽ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്? ഈ 23 സെൻറ്റിമീറ്റർ + 270 ഇന്നർ ലെങ്ത്ത് + 23 വോളിൻ്റെ തിക്നെസ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 316 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. അതായത് 23 + 23 + 270 നമുക്ക് 360 എന്ന് കിട്ടും.
ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ് ഏരിയ വരുന്നത്? ഏരിയ ഓഫ് വോൾ 1 എത്ര വരിക? അത് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നത്. ലെങ്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് വരും. അതായത് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3.16 മീറ്റർ ഇൻറ്റു 3 മീറ്റർ, അത് എത്ര വരുന്നതെന്നുള്ളത് നോക്കാം. അതായത് 3.16 ഇൻറ്റു 3 മീറ്റർ നമുക്ക് 9.48 എന്ന് കിട്ടും. 9.48 സ്ക്വയർ മീറ്റർ. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് വോൾ 2 നോക്കാം. അപ്പോൾ വോൾ 2 വരുമ്പോൾ അവിടെയും ലെങ്ത് എത്ര വരികയെന്ന് അറിയണം, ഹൈറ്റ് എത്രയാണ് വരുന്നതെന്നുള്ളത് അറിയണം. അപ്പോൾ നമ്മുടെ വോൾ 2 എന്ന് പറയുന്നത് ഇതാണ് വോൾ 2. അപ്പോൾ നമ്മൾ CAD-ലാണെന്നുണ്ടെങ്കിൽ DI എന്ന് അടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഈ 2 പോയിൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ 333 എന്ന് കാണിക്കും. നമുക്കത് ജസ്റ്റ് അവിടെ എൻ്റർ ചെയ്താൽ മതി. 333 സെൻറ്റിമീറ്റർ, അതായത് 3.33 മീറ്റർ. അതുപോലെ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഹൈറ്റിലേക്കാണ് പെയിൻ്റ് അടിക്കുന്നത്? 3 മീറ്റർ ഹൈറ്റിലേക്കാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. ഇനി ഇതിൻ്റെ മാനുവൽ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. വോൾ 2ൻ്റെ ലെങ്ത്തിൻ്റെ മാനുവൽ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ വോളിൻ്റെ ലെങ്ത് ആണ്. ഇനി ഇവിടെ ഇത് ഇന്നർ വോളാണ്. ഇന്നർ വോൾ നമുക്കറിയാം 310 ആണെന്നറിയാം. ഈ 310ൻ്റെ കൂടെ ഈ ഗ്യാപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇത് വോളിൻ്റെ തിക്നെസ് ആണ്. ഈ 23 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് 23 ആണ്. അതുപോലെ ഈ ലെങ്ത് വരുന്നത് 310 ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ബോക്സ് എടുത്തിട്ട് ഈ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. എന്ന് വെച്ചാൽ അത് കാണുന്നില്ല. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 23, ഈ ഗ്യാപ്പ് 23, ഇതിൻ്റെ ഇടയിൽ വരുന്നത് 23 ആണ്. അതിൻ്റെ കൂടെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത്, അതായത് ഈ ലെങ്ത്ത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ലെങ്ത്ത് 310 ആണ്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 23 പ്ലസ് 310 എന്ന് വരും. അപ്പോൾ 23 പ്ലസ് 310 എന്ന് പറയുമ്പോൾ 23 പ്ലസ് 310 333 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി ഇവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് വോൾ 2 ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. അതായത് ഇവിടെ വരുമ്പോൾ 3.33 മീറ്റർ ഇൻറ്റു 3 മീറ്റർ എന്ന് വരും. അപ്പോൾ നമുക്കത് എത്രയാണെന്നുള്ളത് നോക്കാം. അതായത് 3.33 ഇൻറ്റു 3 മീറ്റർ എന്ന് പറയുമ്പോൾ 9.99 സ്ക്വയർ മീറ്റർ എന്ന് വരും. ഇനി ഇതേപോലെ നമ്മൾ വോൾ 3D കണ്ടുപിടിക്കണം. വോൾ 3D ഇതുപോലെ ലെങ്ത്തും ഹൈറ്റും. ഹൈറ്റ് നമുക്കിപ്പോൾ തന്നെ എഴുതാം, നമുക്കറിയാം 3 മീറ്റർ ആണെന്നുള്ള അറിയാം. ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വോൾ 3 എന്ന് പറയുന്നത് ഇതാണ് വോൾ 3. ഇതാണ് വോൾ 3. ഇതാണ് വോൾ 3. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ CAD-ലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? DI ഡിസ്റ്റൻസ് നമ്മൾ കമാൻഡ് കൊടുത്തു. ഈ 2 പോയിൻറ്റും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ 539 കാണിക്കും. അതായത് 539 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് കാണിക്കും. 539 സെൻറ്റിമീറ്റർ, അതായത് ഈക്വൽ ടു 5.39 മീറ്റർ ആണെന്ന് കാണിക്കും. ഇനി ഇതിന് നമ്മൾ മാനുവൽ കാൽക്കുലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വരും. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് 23, ഈ ഗ്യാപ്പ് 23, പിന്നെ ഇത് 310 ആണ്. പിന്നെ ഈ ഒരു ഗ്യാപ്പ് 23 ആണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഇവിടം വരെ, അതായത് ഇതിൻ്റെയും ഇടയിലുള്ളത് ഈ ഡിസ്റ്റൻസ് 160 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെയും 23. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ടോട്ടലായിട്ടുള്ള ലെങ്ത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് മാനുവൽ കാൽക്കുലേഷൻ നമുക്ക് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതായത് ഡയമെൻഷൻ ലീനിയർ എന്നുള്ളത് കൊടുത്തിട്ട്
നമുക്ക് ഈ 2 പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 23 ആണ്. പിന്നെ നെക്സ്റ്റ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇത് 310 ആണ്. പിന്നെ നെക്സ്റ്റ് ഇവിടുന്ന് ഇവിടം വരെയുള്ളത് 23 ആണ്. പിന്നെ ഇവിടുന്ന് ഇവിടം വരെയുള്ളത് 160 ആണ്. പിന്നെ ഇവിടുന്ന് ഇവിടം വരെയുള്ളത് 23 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാനുവലി നോക്കുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മളതെല്ലാം കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് മുകളിലുള്ള 23 പ്ലസ് 310 പ്ലസ് 23 പ്ലസ് 160 പ്ലസ് 23. എന്നിട്ട് ഇത് എത്രയാണെന്നുള്ളത് നോക്കാം. നമുക്ക് 23 പ്ലസ് 310 പ്ലസ് 23 പ്ലസ് 160 പ്ലസ് 23 നമുക്ക് 539 തന്നെയാണ് കിട്ടിയത്. 539 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ മാനുവലി നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഏരിയ കാണണം. ഏരിയ ഓഫ് വോൾ 3. ഏരിയ ഓഫ് വോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5.39 മീറ്റർ ഇൻറ്റു 3 മീറ്റർ എന്ന് വരും. അപ്പോൾ ഇത് എത്രയാണെന്നുള്ളത് നോക്കാം. അതായത് 5.39 ഇൻറ്റു 3 16.17 എന്ന് വരും. 16.17 സ്ക്വയർ മീറ്റർ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വോൾ 4ൻ്റെയും കാണണം. വോൾ 4ൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ ലെങ്ത്തും കാണണം, അതേപോലെ തന്നെ ഹൈറ്റും കാണണം. അപ്പോൾ ഹൈറ്റ് നമുക്കറിയാം എത്രയെന്നുള്ള അറിയാം, 3 മീറ്റർ ആണെന്നുള്ളത് അറിയാം. ഇനി ലെങ്ത്ത് കാണണം വോൾ 4ൻ്റെ. അപ്പോൾ വോൾ 4 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ DI ഡിസ്റ്റൻസ് കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് കാണാം. ഇത് എത്ര വരിക? 206. ഈ മാനുവലി ആണെന്നുണ്ടെങ്കിൽ 23. അതുപോലെ ഈ ഡിസ്റ്റൻസ് 160 ആണ്. അതുപോലെ ഈ ഗ്യാപ്പ് വരുന്നത് 23 ആണ്. നമ്മൾ ടോട്ടൽ ലെങ്ത്ത് കാണുമ്പോൾ നമ്മൾ മാനുവലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരും 23 പ്ലസ് 160 പ്ലസ് 23 എന്ന് വരും. 23 പ്ലസ് 160 പ്ലസ് 23. അപ്പോൾ 206 സെൻറ്റിമീറ്റർ, അതായത് 2.06 മീറ്റർ. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് വോൾ 4 ഈക്വൽ ടു ഈ 2.06 മീറ്റർ ഇൻറ്റു എന്ത് വരും? 3 മീറ്റർ എന്ന് വരും. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നോക്കാം. 2.06 ഇൻറ്റു 3, അപ്പോൾ 6.18 സ്ക്വയർ മീറ്റർ എന്ന് വരും. ഇതേപോലെ തന്നെ വോൾ 5ലും ഇതുപോലെ ലെങ്ത് എത്രയാണെന്നുള്ളത് നോക്കണം, അതേപോലെ ഹൈറ്റും എത്രയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഹൈറ്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 3 മീറ്റർ തന്നെയാണ്. ഇനി ലെങ്ത്ത് നമുക്ക് നോക്കാം. വോൾ 5 എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ DI എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇവിടെ വരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 206 തന്നെയാണ് വരുന്നത്. ഈ ഡയമെൻഷൻ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ എന്നുള്ളത് കൊടുക്കുക. ഇത് 23 ആണ്. അതുപോലെ ഇത് നമുക്കറിയാമല്ലോ 160 ആണെന്നുള്ള അറിയാം. നമ്മളത് സെപ്പറേറ്റ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ 160 ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം. ആണെന്നുള്ളത് നമുക്ക് അറിയാം. ഇത് രണ്ടും കൂടി നമ്മൾ ജസ്റ്റ് പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഈ വോൾ എന്ന് പറയുമ്പോൾ 23 പ്ലസ് 160 ആണ് വരുന്നത്.
23 പ്ലസ് 160, അതിൻ്റെ കൂടെ ഒരു 23 കൂടി വരും. അതായത് 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെയുള്ളതാണ് 160, ഇവിടുന്ന് ഇവിടെ വരെയാണ് 160 വരുന്നത്. അപ്പോൾ ഈ ഒരു 23 ലെങ്ത്തും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ ഒരു 23 വരില്ലേ, ആ 23 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 23 പ്ലസ് 160 പ്ലസ് 23 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 206 എന്ന് കിട്ടും. 23 പ്ലസ് 23 പ്ലസ് 160 എന്ന് പറയുമ്പോൾ 206 കിട്ടും. അപ്പോൾ ലെങ്ത്ത് 2.06 മീറ്റർ ആണ്. നമുക്കിവിടെ ഏരിയ കാണാം. ഏരിയ വോൾ 4 ഓഫ് വോൾ 5, ഏരിയ ഓഫ് വോൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.06 ഇൻറ്റു 3 എന്ന് വരും. 2.06 ഇൻറ്റു 3, അതായത് ഇതേപോലെ തന്നെ 6.18 സ്ക്വയർ മീറ്റർ എന്ന് വരും. ഇനി നെക്സ്റ്റ് നമുക്ക് വോൾ 6 കാണണം. വോൾ 6, ഇപ്പോൾ വോൾ 6ൽ ഇതുപോലെ ലെങ്ത് എത്രയാണ് വരിക, ഹൈറ്റ് എത്രയാണ് വരിക? അപ്പോൾ ഹൈറ്റ് നമുക്ക് എഴുതാനായിട്ട് വരട്ടെ. എന്താ വെച്ചാൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത് നോക്കാം. ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കമാൻഡ് എടുത്താൽ മതി. DI എൻ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെയല്ലേ എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ 110 ആണ് വരുന്നത്. 110 ആണ് വരുന്നത്. അപ്പോൾ നമുക്കതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ലെങ്ത് എന്നുള്ളടത്ത് 110 കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിവിടെ 87 ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 87 ആണ്. ഡോറ് 87 ആണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് 90 കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് 23 ആയിരിക്കും, ഇവിടെ 87 ആയിരിക്കും, ഇവിടെ 87. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. +23 പ്ലസ് 87 എന്ന് വരും. അതായത് 110. 23 പ്ലസ് 87 110 എന്ന് വരും. അപ്പോൾ നമ്മൾ വോൾ 6ൻ്റെ ലെങ്ത് എന്നുള്ളടത്ത് നമ്മൾ 110, അതായത് 1.10 മീറ്റർ എന്ന് കൊടുത്തു. ഇനി ഹൈറ്റ് എന്നുള്ളടത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അതായത് ടോട്ടൽ 3 മീറ്റർ ആണെന്നുള്ളത് നമുക്ക് അറിയാം. 3 മീറ്റർ. ഈ 3 മീറ്ററിൽ 2.1 മീറ്റർ ഹൈറ്റ് ഡോറ് കൊണ്ടുപോയി. ടോട്ടൽ 3 മീറ്റർ ഹൈറ്റ് ഉള്ളതിൽ 2.1 മീറ്ററും ഒക്കുപ്പൈ ചെയ്യുന്നത് ഡോറാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ വോള് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക. അതായത് ടോട്ടൽ 3 മീറ്റർ ഹൈറ്റിൽ 2.1 മീറ്റർ ഡോറ് കൊണ്ടുപോയി. അത്ര ഹൈറ്റ് ഡോർ ഒക്കുപ്പൈ ചെയ്തു. അപ്പോൾ ബാക്കി എത്രയാണ് വോള്, പെയിൻ്റ് അടിക്കാനുള്ള വോള് എത്രയാണെന്നുള്ളത് ബാക്കി ഇത് രണ്ടും മൈനസ് ചെയ്ത് നമുക്ക് കിട്ടും. അതായത് ടോട്ടൽ 3 മീറ്ററിൽ 2.1 മീറ്റർ ഡോർ ഒക്കുപ്പൈ ചെയ്തു. അപ്പോൾ ബാക്കി എത്രയാണ് പെയിൻ്റ് അടിക്കാനായിട്ട് ബാക്കിയുള്ളത്? 0.9 മീറ്റർ ആണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഏരിയ കാണാം. ഏരിയ ഓഫ് വോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ വരുന്നത്? ഈ 1.10 ഇൻറ്റു 0.9 എന്ന് വരും. അതായത് ഈ 1.10 ഇൻറ്റു 0.9, അപ്പോൾ 0.99 എന്ന് വരും. 0.99 സ്ക്വയർ മീറ്റർ എന്ന് വരും. ഇനി ഇതിൽ എന്തെങ്കിലും ഡിഡക്ഷൻസ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഏതെങ്കിലും വോളിൽ ഡിഡക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ വിൻഡോ ഉണ്ട്, വോൾ 1ൽ വിൻഡോ ഉണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ തന്നെ എഴുതാം. അതായത് വോൾ 1ൽ എന്തുണ്ട്? വിൻഡോ W3 ടു ബി ഡിഡക്റ്റഡ്. വിൻഡോ W3 ടു ബി ഡിഡക്റ്റഡ്. അപ്പോൾ അതിൻ്റെ ഏരിയ നമുക്കിപ്പോൾ തന്നെ നോക്കാം. ഏരിയ എത്ര വരിക എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് വിൻഡോ ആണ് വരുന്നത്. ഏരിയ ഓഫ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 1.5 മീറ്റർ ആണല്ലോ ലെങ്ത്ത് വരുന്നത്. 1.5 ഇൻറ്റു 1.5. അപ്പോൾ 2.25 എന്നാണ് വരുന്നത്. 2.25 സ്ക്വയർ മീറ്റർ ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് വോൾ 1 ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് W3
വിൻഡോ ഈക്വൽ ടു എന്താ വരുന്നത്, ഈ 9.48 ആണ് നമുക്ക് ആദ്യം കിട്ടിയത്. അതിന് ഈ 2.25 നമ്മൾ കുറയ്ക്കണം. അതായത് വോള് 9.48 നിന്നും വിൻഡോ നമ്മൾ പെയിൻ്റ് അടിക്കുന്നില്ലല്ലോ, അപ്പോൾ വിൻഡോ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കണ്ടേ, വിൻഡോൻ്റെ ഏരിയ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ -2.25, അപ്പോൾ ഈക്വൽ ടു ഈ 9.48 മൈനസ് 2.25 7.23 എന്ന് കിട്ടും. 7.23 സ്ക്വയർ മീറ്ററിന് കിട്ടും. ഓക്കെ, അപ്പോൾ വോൾ 1 ഓക്കെ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എവിടെയാണ് ഡിഡക്ട് ചെയ്യാനായിട്ട് വരുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, W2-ൻ്റെ വിൻഡോ ആണ്. അത് വരുന്നത് വോൾ 3-ലാണ് വരുന്നത്. W2 വിൻഡോ ആണ്, 2 പാർട്ടീഷനാണ് ഉള്ളത്. അപ്പോൾ W2 വിൻഡോ ആണ്, അത് വോൾ നമ്പർ 3-ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വോൾ നമ്പർ 3-ൽ പോവാം. എന്നിട്ട് അവിടെ വിൻഡോ W2 ടു ബി ഡിഡക്റ്റഡ്. അപ്പോൾ എത്ര ഏരിയ വരുന്നത്, W2 വിൻഡോ എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആയിരിക്കും. 1 മീറ്റർ ഇൻറ്റു 1.5 ഈക്വൽ ടു 1.5 സ്ക്വയർ മീറ്റർ. അപ്പോൾ ഏരിയ ഓഫ് വോൾ 3 ആഫ്റ്റർ ഡിഡക്ഷൻ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, ഈ 16.17 സ്ക്വയർ മീറ്റർ ഇല്ലേ വോൾ 3-യുടെ ഏരിയ, അതിൽ നിന്ന് വോൾ 3-ലുള്ള വിൻഡോൻ്റെ ഏരിയ നമ്മൾ കുറയ്ക്കണം. ഈക്വൽ ടു 16.17 മൈനസ് 1.5 എന്ന് വരും. അപ്പോൾ നമുക്കത് എത്രയാണെന്നുള്ളത് നോക്കാം. 16.17 മൈനസ് 1.5, അപ്പോൾ 14.67 എന്ന് വരും. 14.67 സ്ക്വയർ മീറ്റർ. 14.67 സ്ക്വയർ മീറ്റർ. ഇനി വോൾ 2-ൽ കുറയ്ക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് 9.99 തന്നെയാണ്, ഡിഡക്ഷൻസ് ഒന്നും ഇല്ല. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും കുറയ്ക്കാണ്ടുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു വെന്റിലേറ്റർ ഉണ്ട്. അപ്പോൾ വെന്റിലേറ്ററും അവിടെ തന്നെയാണ്, വോൾ 3-ൽ തന്നെയാണ്. വെന്റിലേറ്ററും വോൾ 3-ൽ തന്നെയാണ്. അപ്പോൾ വെന്റിലേറ്ററും കൂടി നമ്മളിവിടെ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ തന്നെ കൊടുക്കാം, വെന്റിലേറ്റർ ടു ബി ഡിഡക്റ്റഡ്. അപ്പോൾ വെന്റിലേറ്ററിൻ്റെ ഏരിയ വരുന്നത് എത്രയായിരിക്കും, 0.5/0.5. അപ്പോൾ 0.25 ആണ് വരിക. 0.5/0.5 0.25 0.25 സ്ക്വയർ മീറ്റർ. അപ്പോൾ നമ്മൾ വെന്റിലേറ്ററും കൂടി കുറയ്ക്കേണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ അതുകൂടി കുറച്ച് കൊടുക്കാം. അതായത് മൈനസ് എന്തുകൂടി വരും, 0.25 കൂടി വരും. അതായത് 16.17-ൽ നിന്നും വിൻഡോയും കുറയ്ക്കണം, വെന്റിലേറ്ററും കുറയ്ക്കണം. നമ്മൾ വിൻഡോ മാത്രമേ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വെന്റിലേറ്റർ ഇവിടെ നോക്കിയിട്ടുണ്ടായില്ലേ. അപ്പോൾ വിൻഡോ വെന്റിലേറ്ററും കൂടി നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര വരിക എന്നുള്ളത് നോക്കാം. അതായത് ശരിക്കുള്ള വോളിൻ്റെ ഏരിയ, ടോട്ടൽ വോളിൻ്റെ ഏരിയ 16.17 മൈനസ് വിൻഡോൻ്റെ ഏരിയ 1.5 മൈനസ് വെന്റിലേറ്ററിൻ്റെ ഏരിയ 0.25. അപ്പോൾ നമുക്ക് 14.42 എന്ന് കിട്ടും. 14.42. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും കുറയ്ക്കാനുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് ഡോറിൻ്റെ ഇതൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, വോളിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ കുറയ്ക്കേണ്ട, 6-ൽ കുറയ്ക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ വിൻഡോ കുറച്ചു, ഈ വിൻഡോയും കുറച്ചു, ഈ വെന്റിലേറ്റർ നമ്മൾ കുറച്ചു. ഇനി ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ടോട്ടൽ ഏരിയ കാണണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്കിനി ഇതിൽ ടോട്ടൽ ഏരിയ കാണാം. അപ്പോൾ ടോട്ടൽ ഏരിയ ടു ബി പെയിൻറ്റഡ്, ടോട്ടൽ wall area to be painted.
ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എന്താണ് wall 1 പ്ലസ് wall 2 പ്ലസ് wall 3 പ്ലസ് wall 4 പ്ലസ് wall 5 പ്ലസ് wall 6. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ wall 1ൻ്റെ ഏരിയ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? ഇതാണ് wall 1 7.23. അപ്പോൾ 7.23 പ്ലസ് wall 2ൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 9.99. 9.99 പ്ലസ് wall 3യുടെ കിട്ടിയിരിക്കുന്നത് 14.42. അപ്പോൾ 14.42 പ്ലസ് wall 4ൻ്റെ 6.18. 6.18 പ്ലസ് 5ൻ്റെ 6.18 ആണ്. അപ്പോൾ 6.18 പ്ലസ് ഈ 6ൻ്റെ കിട്ടിയിരിക്കുന്നത് 0.99 പ്ലസ് 0.99. ഇതെല്ലാം കൂടി എത്ര വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് 7.23 പ്ലസ് 9.99 പ്ലസ് 14.42 പ്ലസ് 6.18 പ്ലസ് 6.18 പ്ലസ് 0.99. അപ്പോൾ 44.99 എന്ന് കിട്ടും. 44.99 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ എഴുതാം therefore the total wall outer wall area to be painted is equal to 44.99 square meter. സ്ക്വയർ മീറ്ററിന് കിട്ടും. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് 7.23 പ്ലസ് 9.99 പ്ലസ് 14.42 പ്ലസ് 6.18 പ്ലസ് 6.18 പ്ലസ് 0.99 44.99 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ വോൾ ഏരിയ ടു ബി പെയിൻറ്റഡ് 44.99 സ്ക്വയർ മീറ്റർ ആണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇന്നർ വോൾ എത്രയായിരുന്നു കിട്ടിയത്? ഇന്നർ വോൾ കിട്ടിയത് എല്ലാ ഡിഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയത് 46.5 സ്ക്വയർ മീറ്റർ ആണ് കിട്ടിയത്. ഔട്ടർ വോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 44.99 സ്ക്വയർ മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ സീലിങ്ങും വരും, സീലിങ്ങിൻ്റെയും വരും, സീലിംഗ് പെയിൻ്റ് അടിക്കാനുള്ളതും വരും.